മോളത്തെ സ്റ്റോറി എന്താ അറിയോ, നിങ്ങൾ എന്തെങ്കിലും ആൾക്കാർ പറയും പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ ഒന്നും അവസരെടുക്കരുത്. അതിനൊക്കെ വിട്ട് അതിൻ്റെ വഴിക്കാൻ വിട്ടേക്കാം. ഈ സ്ട്രോങ് പിന്നെ ഡേറ്റ്സ് റോൾ ഉണ്ടാക്കണേ. അപ്പോൾ അതിനകത്ത് ഡേറ്റ്സ് ഉണ്ട്. ഡേറ്റ്സ് സീഡ്ലെസ് ആണ്, ചിലപ്പോൾ സീഡ് ഉള്ളതാണ്. അപ്പോൾ സീഡ് എടുത്ത് കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞല്ല, ഇതങ്ങ് വഴലോണ് കട്ട് ചെയ്തെടുക്കണം. ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പുണ്ട് ഡേറ്റ്സ്. ഇച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്ത് 2 കപ്പ് ഉണ്ടത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇത് ചൂടാകുമ്പോഴല്ലോ നല്ല സോഫ്റ്റാകും. ഇത് വഴങ്ങുന്ന സമയം ഞാൻ കഥ പറയാം. ഒരിടത്തൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നേ. ഇത് ഭയങ്കര സങ്കടമായിരുന്നു. ആൾക്കാരൊക്കെ അവനെ കുറ്റം പറയും, എന്തെങ്കിലും പറയുന്ന വാക്കുകളും പ്രവൃത്തിയൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അപ്പോൾ അവനാണെങ്കിൽ ഒരു ദിവസം അതുകൊണ്ട് വൈസ് മാൻ, ആ നാട്ടിലെ ഒരു പ്രമാണി വൈസ് മാനെ കാണാൻ ചെന്നപ്പോൾ അയാൾ ഇങ്ങനെ വിഷമമൊക്കെ പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നല്ലൊരു കൊച്ചു മിറർ കൊടുത്തു. ഒരു വളരെ ഫ്രജൈലായിട്ടുള്ളൊരു മിറർ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് നാട്ടിലൊക്കെ ഒന്ന് കുറച്ച് നടന്നേച്ച് വരാൻ പറഞ്ഞു. അവനെ മിറർ കൊണ്ട് നാടൊക്കെ നടന്നേച്ച് വന്നു. അപ്പോൾ കണ്ട ആൾക്കാർ ചിലരൊക്കെ അതിനെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു, ചിലർ പിടിച്ച് ചളുക്കി, ചിലരാണെങ്കിൽ മണ്ണൊക്കെ തേച്ച്, അങ്ങനെ അവൻ വിഷമത്തോടെ വൈകിട്ട് തിരിച്ചു വന്നു. അപ്പോൾ സന്യാസി ഇനി എന്താ കണ്ണെന്ന് ചോദിച്ചപ്പോൾ, സന്യാസിയല്ല വൈസ്മാൻ ചോദിച്ചു, എന്താ കണ്ണെന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആൾക്കാരെല്ലാം കൂടി ഇതെല്ലാം അഴുക്കാക്കുകയൊക്കെ ചെയ്ത് കുടിക്കുകയും ചളുക്കുകയൊക്കെ ചെയ്തിരുന്നേ. അപ്പോൾ ആ വൈസ്മാൻ പറഞ്ഞു, ഇതുപോലെയാ നമ്മളോട് പറയുന്ന വേർഡ്സ് നമ്മുടെ ഹൃദയത്തിൽ അത് ഇങ്ങനത്തെ വിഷമാക്കും, തളുക്കും, നമ്മുടെ ഹൃദയത്തിനെ ചളുക്കും, പ്രയാസപ്പെടുത്തും. പക്ഷേ അതൊന്നും അകത്തോട്ട് എടുക്കരുത്. അതൊക്കെ അങ്ങ് എടുത്തൊരു വഴി കൂടെ വിട്ടേക്കണം. ആ മോളത്തെ സ്റ്റോറി എന്താ അറിയോ, നിങ്ങൾ എന്തെങ്കിലും ആൾക്കാർ പറയും പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ ഒന്നും അവസരെടുക്കരുത്. അതിനൊക്കെ വിട്ട് അതിൻ്റെ വഴിക്കാൻ വിട്ടേക്കാം. ഈ സ്ട്രോങ് ഇതാണ് എൻ്റെ മോഡൽ. അപ്പോൾ ഇതിന് വഴന്ന് വരുന്നുണ്ടേ, കണ്ടില്ലേ? ഇതിപ്പം കണ്ടോ, വെന്ത് ഉടനെയുണ്ട്, ഇച്ചിരി ആവണം. കണ്ടോ, ഇപ്പോൾ അലുവ വരുന്ന പോലെ വരുന്നുണ്ട്, പേസ്റ്റ് പോലെ. കണ്ടില്ലേ? ഇതിപ്പോൾ വെന്ത് അതെന്ന് ഉടനെയുണ്ടോ വെന്ത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സീഡ്സ്, സൺഫ്ലവർ സീഡും പംകിൻ സീഡുമാണ്. ഇത് വിടുക. നിങ്ങളിത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് ആൽമണ്ട്സ് ഉണ്ടായിരുന്നു, അത് റോസ്റ്റ് ചെയ്താണ്, അത് ഞാനിങ്ങനെ ക്രഷ് ചെയ്തു. ഇതിടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ, നമ്മുടെ സീലിൻ്റെ കോൺഫ്ലെക്സ്, അത് കുറച്ച് പൊടിച്ചിട്ടാലും മതി. ഒരു കടിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. ഇത് കൊണ്ട് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഇച്ചിരി വെനില എസൻസ് ഒഴിക്കുമ്പോൾ ഫ്ലേവറിന്, അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പുള്ളി ഇച്ചിരി ഒഴിച്ചേ. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തു. അങ്ങ് ഓഫ് ചെയ്യും. ഇതെല്ലാം മിക്സ് ചെയ്ത് തണുത്തിട്ട് നമുക്കിത് ഒന്നിൽ റോളാക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്രത്തിലിട്ടില്ല അലുവ എടുക്കുന്ന പോലെ അങ്ങനെ ബാർസ് ആക്കാം. ഏത് ഷേപ്പ് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ പക്ഷേ ഇപ്പം അങ്ങ് ഉരുട്ടാൻ പോകണേ, ഇതൊന്നും തണുക്കണമല്ലേ, കൈ പൊള്ളുള്ളൂ. അതല്ലേ കൈ പിടിക്കാം. ഭയങ്കരമായിട്ട് തണുത്തില്ല, ഇളം ചൂടുണ്ട്, അത് നമുക്ക് പിടിക്കാൻ പറ്റും. ഞാൻ എൻ്റെ കയ്യിൽ ഒരു തുള്ളി നെയ്യ് തൂത്തായിരുന്നു, അത് പറ്റത്തൊന്നും ഇല്ല, ജസ്റ്റ് തൂത്ത്. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഇച്ചിരി തേങ്ങ, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, ഡ്രൈഡ്, ഇതിലോട്ട് റോൾ ചെയ്തിടാൻ പോയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് റോൾ ചെയ്യും. ഉണ്ടോ? ഇത് വേണേൽ നിങ്ങൾക്ക് ബാറാക്കാം. ഇങ്ങനെ അറിയത്തില്ലേ, നിങ്ങളുടെയൊക്കെ ഷേപ്പ് ചെയ്ത് ഏത് രീതിയിൽ വേണേൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് വേണം നൈഫ് കൊണ്ട് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് പക്ഷേ റോൾ ചെയ്ത് ബോളാക്കി വെക്കുക. ഇത് വളരെ ഹെൽത്തിയാണ്. ഇതിൻ്റെ പുറത്തും കൂടി ഇച്ചിരി ഇടണേ, കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാ ഉരുളകളും അല്ല, ഒരേ സൈസല്ല, ഞാൻ തൂക്കിയൊന്നും എടുക്കുമല്ലോ, എൻ്റെ കൈയുടെ അളവല്ലേ. രണ്ട് കപ്പും കൊണ്ട് 3, 5, 12 ഉണ്ടാക്കാൻ 2 കപ്പും കൊണ്ട്. അപ്പോൾ ഡേറ്റ്സ് റോൾ ഉണ്ടാക്കി കഴിഞ്ഞു.
ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാനും ഒക്കെ ഉണ്ടാക്കി വെക്കാനും ഒക്കെ നല്ലതാണ്. നെയ്യുടെ ഫ്ലേവർ ഉണ്ട്, ഡേറ്റ്സിൻ്റെ അതാണല്ലോ. കടിക്കാനൊക്കെ ആണെങ്കിലും ക്രഞ്ചി ഇടയ്ക്കിടയ്ക്ക് കഴിക്കില്ലയോ. നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് പുറത്തിരുന്നാൽ ഡേറ്റ്സ് കഴിക്കാവുന്ന സാധനമല്ലോ, കഴിക്കാവുന്ന ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഇതിൽ. വെളിയിൽ നിന്നാൽ മതി. അധിക ദിവസം ഇരിക്കത്തില്ല, അതായത് കഴിച്ച് തീർത്തോളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. പിന്നെ ഇതുപോലെ വേറെ നല്ല എളുപ്പം ഉണ്ടാക്കാൻ റെസിപ്പിയുമായിട്ട് വരാം.